അതെല്ലാവരും ചോദിക്കുക. ഇല്ല, അതറിയത്തില്ല. ഇതിന്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെന്റ് ആശുപത്രികളിലില്ല. അതൊക്കെ സിസ്റ്റം, പണ്ട് മന്ത്രി പറഞ്ഞ പോലെ ഇതൊന്നും സിസ്റ്റം ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല പ്രോപ്പർ. ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ഫ്ലോർ നേഴ്സ് ഇങ്ങനെ വേണം നിർബന്ധമായിട്ടൊന്ന് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തപ്പോൾ എനിക്ക് എല്ലാ കേസിനും ഫ്ലോർ നേഴ്സ് ഉണ്ട്. ആ ഫ്ലോർ നേഴ്സ് ആദ്യമേ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വയറ് തുറക്കുന്നതിന് മുമ്പ് ഇത്ര മസ്കിറ്റോ ഉണ്ട്, ഇത്ര ബാക്കി ആർട്ടറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം നമ്പർ എഴുതിയിടും. ഈവൻ ഇവിടെ ഈ ചെറിയ പ്രോവിഡൻസ് ആശുപത്രി പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഫ്ലോർ സിസ്റ്റർ എഴുതിയിട്ടുന്നത് അടയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്യും. ആ എണ്ണവും നമുക്കുള്ള ഇൻസ്ട്രുമെന്റും. അങ്ങനെ ഒരു സിസ്റ്റം ഗവൺമെന്റ് ആശുപത്രിയിൽ പണ്ട് തൊട്ടേ ഇല്ല. ഞാൻ 38 കൊല്ലം ജോലി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് തന്നെ പറയാം. അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല. ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്തതല്ല. പേര് വെളി വരുന്നവരെ നിങ്ങൾ ക്ഷമിക്കും. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്താന്ന് വെച്ചാല് കോവിഡ് ആയിരുന്നല്ലോ. ഞാൻ ഈ കോവിഡിന്റെ പുറകെ ആയിരുന്നു ഫുൾ. കോവിഡിന്റെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അന്നുണ്ടല്ലോ. എപ്പോഴും മീറ്റിംഗ്, റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ അന്നുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ആ സമയം തിയേറ്ററിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കേസുകൾ ചിലപ്പം ആളില്ലാത്തപ്പോഴൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ 3.5 കിലോ ആണ് ഞാൻ ഓർത്തേനെ. അത് നമുക്ക് ഓരോ സർജറിക്ക് അല്ല, സർജറി രജിസ്റ്ററിൽ ചെയ്ത ആളുടെ പേര്, കേസ് ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും. പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് പറയൂ ആരാ ചെയ്തേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ. എന്റെ അറിവിലില്ല എന്നാണ്. ഇനിയിപ്പോൾ ഇന്നാളത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നേ പിന്നെ എല്ലായിടവും വന്ന് കാണും ചിലപ്പോൾ, എനിക്ക് അറിഞ്ഞോളൂ. ഞാനുള്ളപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോർ നേഴ്സ് എഴുതിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനെ നോക്കും, ഇത്ര എണ്ണം ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പെശക് വന്നു പോയാൽ അത് പെശകാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്തോ 3.5 കിലോ അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെ ആ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് പാരയായി. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല.